ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഡോ ലേണിംഗ്. ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ ദ കിസ്സിംഗ് ഹാൻഡ് എന്ന ലെസണിന്റെ ആക്ടിവിറ്റീസ് ചർച്ച ചെയ്യാം. ഓക്കെ ഡിയേഴ്സ്, ലെറ്റ്സ് സ്റ്റാർട്ട്. ആക്ടിവിറ്റി 1, ഗസ്സിംഗ് ഗെയിം, ഊഹക്കളി. ചൂസ്, തിരഞ്ഞെടുക്കുക. സം വേർഡ്സ്, കുറച്ച് പദങ്ങൾ. ഫ്രം ദി യൂണിറ്റിൽ നിന്നും, അതായത് കഥയിൽ നിന്നും കുറച്ച് വാക്കുകൾ തിരഞ്ഞെടുക്കുക. ആൻഡ് ആക്ട് ഔട്ട്, അഭിനയിക്കുക. ദം, അവ അഭിനയിച്ച് കാണിക്കുക. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഗസ്, നിങ്ങളുടെ സുഹൃത്തുക്കൾ അത് ഊഹിക്കട്ടെ. ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ്, എന്നിട്ട് ആ വാക്കുകൾ കണ്ടെത്തട്ടെ. ഇഫ് യുവർ ഫ്രണ്ട്സ് ക്യാൻ ഗസ് ദി വേർഡ്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആ വാക്ക് ഊഹിക്കാൻ കഴിഞ്ഞാൽ ദേ വിൽ ബി, അവരായിരിക്കും ദ വിന്നേഴ്സ്, വിജയികൾ. ഇഫ് യുവർ ഫ്രണ്ട്സ് ഫെയിൽ ടു ഫൈൻഡ് ഔട്ട് ദി വേർഡ്, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആ വാക്കുകൾ കണ്ടെത്താൻ പരാജയപ്പെടുകയാണെങ്കിൽ, കഴിയുന്നില്ലെങ്കിൽ, യു വിൽ ബി ദി വിന്നേഴ്സ്, നിങ്ങളായിരിക്കും വിന്നേഴ്സ്. അപ്പോൾ ഞാനിതിൽ നമ്മുടെ ലെസണിൽ നിന്ന് 2-3 എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഗ്രിൻ എന്നാൽ നമുക്കറിയാം ഇളിച്ചു കാട്ടുക എന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇളിച്ചു കാട്ടി അഭിനയിക്കുക. അപ്പോൾ കൂട്ടുകാർ ഗ്രിൻ എന്ന് പറയുകയാണെങ്കിൽ അവർ വിജയിച്ചു, അല്ലെങ്കിൽ അവർ പരാജയപ്പെടും. അൺഫോൾഡ്, നിവർത്തുക. സ്വിംഗ്, ഊഞ്ഞാലാടുക. കിസ്, ഉമ്മ വെക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് അഭിനയിച്ച് കാണിക്കാം. ആക്ടിവിറ്റി 2, യു ഹാവ് എൻജോയ്ഡ്, നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്. റീഡിംഗ് ദി സ്റ്റോറി, ഈ കഥ വായിച്ച് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്. ഹാവന്റ് യു, നിങ്ങൾ ആസ്വദിച്ചിട്ടില്ലേ? ഇൻ ദ സ്റ്റോറി, ഈ കഥയിൽ ചെസ്റ്റർ റാക്കൂൺ എക്സ്പീരിയൻസസ് എന്നാൽ അർത്ഥം എന്താണ്? അനുഭവപ്പെടുന്നു. ഡിഫറന്റ്, വ്യത്യസ്തങ്ങളായ ഫീലിങ്സ്, വികാരങ്ങൾ. ഈ കഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചെസ്റ്റർ റാക്കൂൺ ധാരാളം ഫീലിങ്സ് അഥവാ വികാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഫീലിങ്സ് എന്നാൽ? ദുഃഖം, സന്തോഷം, അതിശയം, ഭയം മുതലായവയാണ് ഫീലിങ്സ്. നോക്കൂ, സം ഓഫ് ഹിസ് ഫീലിങ്സ്, അവന്റെ ഫീലിങ്സിൽ ചിലത് ആർ ഗിവൺ ബിലോ, താഴെ നൽകിയിട്ടുണ്ട്. ഇൻ കോളം എയിൽ നൽകിയിട്ടുണ്ട്. അതായത് അവന്റെ വികാരങ്ങളിൽ ചിലത് കോളം എയിൽ നൽകിയിട്ടുണ്ട്. മാച്ച് ദം വിത്ത് സ്യൂട്ടബിൾ ഇമോജി ഗിവൺ ഇൻ കോളം ബി, കോളം ബിയിൽ തന്നിട്ടുള്ള ഇമോജിയുമായി യോജിപ്പിക്കാം. അതായത് കോളം എയിലുള്ള ചെസ്റ്ററിന്റെ വികാരങ്ങൾ കോളം ബിയിലുള്ള ഇമോജിയുമായി യോജിപ്പിക്കണം. നോക്കൂ, ഇവിടെ കാണുന്ന ഫസ്റ്റ് ഫീലിംഗ് എന്താണ്? ഫിയർ ആണ്. നോക്കൂ, ഫിയർ. സെക്കൻഡ് എന്താണ്? ഹാപ്പിനെസ് ആണ്, സന്തോഷം. തേർഡ് എന്താണ്? ത്രില്ലിംഗ്. ഫോർത്ത് എന്താണ്? സാഡ്നെസ്, ദുഃഖം. ത്രില്ലിംഗ് എന്നാൽ എന്താ അർത്ഥം? പുളകം കൊള്ളുക. നോക്കൂ, ഇതൊരു പുളകം കൊള്ളുന്ന ഇമോജി അല്ലേ? നോക്കൂ, വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്, അവന് പുതിയ സുഹൃത്തുക്കളെ ലഭിച്ചപ്പോൾ അവൻ എന്താണ് ഉണ്ടാവുക? സന്തോഷമല്ലേ? അപ്പോ ഹാപ്പിനെസ് ആണ് ഉണ്ടാവുക, സന്തോഷം. അപ്പോൾ നമുക്ക് ഇവിടേക്ക് കൊടുക്കാം. നോക്കൂ, ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, പുതിയ വിദ്യാർത്ഥികളെയും അധ്യാപകന്മാരെയും ഉള്ള ഭയം. അപ്പോൾ ആ ഭയം കാണിക്കുന്നത് എവിടെയാണ്? നമുക്ക് ഫിയർ ഇതാ ഇവിടെ കൊടുത്തു. ഇനി നോക്കൂ, വെൻ മദർ കമ്പൽസ്, അമ്മ നിർബന്ധിക്കുമ്പോൾ, ഹിം, അവനെ, ടു ഗോ ടു സ്കൂൾ, അമ്മ സ്കൂളിൽ പോകാൻ നിർബന്ധിക്കുമ്പോൾ അവൻ എന്ത് വികാരമാണ് ഉണ്ടാവുക? സാഡ്നെസ്, ദുഃഖം. അപ്പോ സാഡ്നെസ് ഇതാ. ഇനി നോക്കൂ, വെൻ ഹി ഗെറ്റ്സ് മദേഴ്സ് കിസ്, അമ്മയുടെ ചുംബനം അവന് ലഭിച്ചപ്പോൾ അവൻ എന്താ ഉണ്ടാവുക? ത്രില്ലിംഗ്, പുളകം കൊള്ളുക, ഇക്കിളിപ്പെടുത്തുക. കൂട്ടുകാർ യോജിപ്പിക്കുമല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 3, ആർട്ട് ഗാലറി. നോക്കൂ, ക്രിയേറ്റ് ഇംപ്രിന്റ്സ് ഓഫ് ദി കിസ്സിംഗ് ഹാൻഡ്
by tracing your hands on a piece of paper. ഒരു പേപ്പറിൽ നിങ്ങളുടെ കൈപ്പത്തി വെച്ച് വിരലുകൾക്കിടയിലൂടെ വരച്ച് കൈയടയാളം ഉണ്ടാക്കുക. Add a special message on them to show the love and support of your beloved ones. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹവും പിന്തുണയും കാണിക്കാൻ അതിൽ ഒരു സന്ദേശം എഴുതി ചേർക്കുക. കളർ ഓർ പെയിന്റ് ടു മേക്ക് ദം മോർ അട്രാക്റ്റീവ്. അതിനെ കൂടുതൽ ആകർഷകമാക്കുന്നതിന് നിറം കൊടുക്കുക. ഹോൾഡ് എന്നാൽ ഇവിടെ അർത്ഥം നടത്തുക എന്നർത്ഥം. ഹോൾഡ് ഏൻ എക്സിബിഷൻ ഇൻ ദി ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ അത് പ്രദർശിപ്പിക്കുക. നോക്കൂ കൂട്ടുകാരെ, ഇങ്ങനെ മനോഹരമായി കൂട്ടുകാർ കൈവരച്ച് അതിൽ പ്രിയപ്പെട്ടവരുടെ സ്നേഹവും പിന്തുണയും കാണിക്കാൻ മനോഹരമായ സന്ദേശം എഴുതുക. മൈ ലവ്, എന്റെ സ്നേഹം, ഫോർ എവർ യു, എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ആക്ടിവിറ്റി 4. സം ഇവന്റ്സ് ഫ്രം ദി സ്റ്റോറി. ഇവന്റ്സ് സംഭവങ്ങൾ. സം ഇവന്റ്സ് ഫ്രം ദി സ്റ്റോറി. ഈ കഥയിൽ നിന്നും ചില സംഭവങ്ങൾ ആർ ഗിവൺ ബിലോ, താഴെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കൊടുത്തത്? ഇൻ എ ജംബിൾഡ് വേ. ജംബിൾഡ് എന്നാൽ ക്രമം തെറ്റി, അതായത് ഡിസോർഡറിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. യു മേ അറേഞ്ച്, നിങ്ങൾ ക്രമീകരിക്കുക. ദം, അവ, പ്രോപ്പർലി, ശരിയായി, നിങ്ങൾ അവ ശരിയായി ക്രമീകരിച്ച്, ആൻഡ് റൈറ്റ് ഡൗൺ, എഴുതുക. ദം, അവ, ഇൻ ദി സ്പേസ് പ്രൊവൈഡഡ്, താഴെ കൊടുത്തിട്ടുള്ള സ്ഥലത്ത്. താഴെ കൊടുത്തിട്ടുള്ള സ്ഥലത്ത് അവ നിങ്ങൾ എഴുതുക. നോക്കൂ, മിസ് റാക്കൂൺ സെഡ്, മിസ് റാക്കൂൺ പറഞ്ഞു. ഷീ വുഡ് ഷെയർ, അവൾ പങ്കുവെക്കുമെന്ന്. എ വണ്ടർഫുൾ, ഒരു അത്ഭുതകരമായ സീക്രട്ട്, രഹസ്യം. ചെസ്റ്റർ ടുക്ക്, ചെസ്റ്റർ പിടിച്ചു. ഹിസ് മദേഴ്സ് ഹാൻഡ്, അവന്റെ അമ്മയുടെ കൈ. ആൻഡ് കിസ്ഡ്, ചുംബിച്ചു. ഹെർ പാം, അവളുടെ കൈവെള്ളയിൽ ചുംബിച്ചു. ചെസ്റ്റർ ടോൾഡ്, ചെസ്റ്റർ പറഞ്ഞു. ഹിസ് മദർ, അവന്റെ അമ്മയോട് പറഞ്ഞു. ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, അവൻ സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. ചെസ്റ്റർ ഡാൻസ്ഡ്, ചെസ്റ്റർ നൃത്തം ചെയ്തു. ഹിസ് വേ ടു സ്കൂൾ, സ്കൂളിലേക്കുള്ള വഴിയിൽ. ആസ്, അപ്പോൾ ഹിസ് മദർ വാച്ച്ഡ്, അവന്റെ അമ്മ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ചെസ്റ്റർ സ്കൂളിലേക്കുള്ള വഴിയിലൂടെ നൃത്തം ചെയ്തു പോയി. മിസ് റാക്കൂൺ കിസ്ഡ് ചെസ്റ്റർ, മിസ് റാക്കൂൺ ചെസ്റ്ററെ ചുംബിച്ചു. ഇൻ ദി മിഡിൽ ഓഫ് ഹിസ് പാം, ഇൻ ദി മിഡിൽ ഓഫ് ഹിസ് പാം, ഏറ്റവും നടുവിൽ. ഇതിലെ ഓരോ സംഭവവും ക്രമത്തിൽ കഥയിലേതുപോലെ എഴുതുക. നോക്കൂ, ആദ്യം സംഭവിച്ചത് എന്തായിരുന്നു? ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ഫസ്റ്റിലെ ഒന്ന് ഇതാണ്. രണ്ടാമത്തത്, അതിനുശേഷം എന്താണ് രണ്ടാമത്തത്? യെസ്, രണ്ടാമത്തത് ഇതാണ്. മിസ് റാക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. 2. മൂന്നാമത്തത് ഏതാണ്? മിസ് റാക്കൂൺ കിസ്ഡ്, ആ സീക്രട്ട് ഏതായിരുന്നു? കിസ് ചെയ്യുന്നതാണ് അല്ലേ? അപ്പൊ മൂന്നാമത്തത് മിസ് റാക്കൂൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദി മിഡിൽ ഓഫ് ഹിസ് പാം. അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? നാലാമത്തെ എന്താണ് വരുന്നത്? അപ്പോൾ ചെസ്റ്റർ അമ്മയുടെ കൈ പിടിച്ചു ചുംബിച്ചു അല്ലേ? അപ്പോൾ നാലാമത്തെ ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. 4. 5 പിന്നെ അവശേഷിക്കുന്ന ഒന്നാണുള്ളൂ. ചെസ്റ്റർ ഡാൻസ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. ഇതാണ് 5. കൂട്ടുകാർ എഴുതുമല്ലോ. ഓക്കെ, ഇതാ കൂട്ടുകാർക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി 5. ചെസ്റ്റർ റാക്കൂൺ ഡസ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ റാക്കൂൺ സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഹിസ് മദർ, അവന്റെ അമ്മ, കമ്പൽസ് ഹിം, അവനെ നിർബന്ധിക്കുന്നു. ഹിയർ ഈസ് എ പാർട്ട് ഓഫ് കോൺവെർസേഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ദം. അവർക്കിടയിൽ നടന്ന സംഭാഷണത്തിന്റെ
ഒരു ഭാഗം ഇതാ കംപ്ലീറ്റ് പൂർത്തീകരിക്കുക. ദ കോൺവെർസേഷൻ സംഭാഷണം ആൻഡ് എന്നിട്ട് റോൾ പ്ലേ അവതരിപ്പിക്കുക. ഇറ്റ് അത് അവതരിപ്പിക്കുക. സംഭാഷണം പൂർത്തീകരിച്ച് അത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. എന്താണ് സംഭാഷണം? ആദ്യം ചെസ്റ്റർ ആണ് പറയുന്നത്. അമ്മ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ഞാൻ സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അമ്മ എന്താണ് പറയുന്നത്? വൈ ഡോണ്ട് യു വാണ്ട് ടു ഗോ ടു സ്കൂൾ? എന്തുകൊണ്ടാണ് നീ സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കാത്തത്? ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ വൈ ഡോണ്ട് യു വാണ്ട് ടു ഗോ ടു സ്കൂൾ എന്നതിന് മാറ്റി പകരം നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് കൊടുത്താൽ മതി? വൈ നോട്ട് എന്ന് കൊടുത്താൽ മതി. വൈ എന്തുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ചെസ്റ്റർ പറയുന്നു, എന്താ പറയുന്നത്? ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. ഞാൻ നിങ്ങളുടെ കൂടെ വീട്ടിൽ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഐ വാണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു ടു പ്ലേ വിത്ത് ഫ്രണ്ട്സ്. പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, എന്റെ സുഹൃത്തുക്കളുടെ കൂടെ. ഇവിടെ നമ്മൾ മൈ എന്ന് ചേർക്കണം. പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ടോയ്സ്. ഞാൻ എന്റെ സുഹൃത്തുക്കളുടെ കൂടെയും കളിപ്പാട്ടങ്ങൾ കൊണ്ടും കളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ മദർ എന്താ പറയുന്നത്? യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ ഓൺ സ്വിങ്സ് അറ്റ് സ്കൂൾ. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്. നിനക്ക് പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും. ആൻഡ് പ്ലേ കളിക്കാം. ഓൺ സ്വിങ്സ് ഊഞ്ഞാലുകളിൽ കളിക്കാം. അറ്റ് സ്കൂൾ സ്കൂളിൽ നിനക്ക് ഊഞ്ഞാലിൽ ആടി കളിക്കാം. അപ്പൊ ചെസ്റ്റർ എന്താ പറയുന്നത്? ഐ ആം സ്കെയേർഡ്. സ്കെയേർഡ് എന്നാൽ ഭയപ്പെടുന്ന എന്നാണ് അർത്ഥം. ഐ ആം സ്കെയേർഡ്, ഞാൻ ഭയപ്പെടുന്നു. ഓഫ് സ്കൂൾ, ഞാൻ സ്കൂളിനെ ഭയപ്പെടുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ദേർ, ഞാൻ അവിടെ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അമ്മ എന്താ പറയുന്നത്? ഐ നോ, എനിക്കറിയാം. എ വണ്ടർഫുൾ, ഒരു അത്ഭുതകരമായ സീക്രട്ട്, എനിക്ക് അത്ഭുതകരമായ ഒരു രഹസ്യം അറിയാം. ഇറ്റ്, അത്, ആ രഹസ്യം വിൽ മേക്ക് യു ഹാപ്പി, നിന്നെ അത് സന്തോഷവാനാക്കും. അപ്പൊ ചെസ്റ്റർ, വാട്ട് സീക്രട്ട്? എന്ത് രഹസ്യം? ടെൽ മീ, എന്നോട് പറയൂ. ഹിയർ ഈസ് എ കിസ് ഓൺ യുവർ പാം. ഇതാ കൈവെള്ളയിൽ ഒരു ഉമ്മ. അമ്മ കിസ് കൊടുക്കുന്നു. വെൻ യു ഫീൽ ലോൺലി, ലോൺലി ഏകാന്തത. വെൻ യു ഫീൽ ലോൺലി, നിനക്ക് ഏകാന്തത അഥവാ ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ, ഫീൽ മംസ് ലവ്, ഫീൽ അനുഭവപ്പെടും. മംസ് ലവ്, അമ്മയുടെ സ്നേഹം അനുഭവപ്പെടും. അല്ലേ? ആ കിസ് ഉള്ളത് കൊണ്ട്. അപ്പൊ ജസ്റ്റ് പറയുന്ന കിസ്സിങ് ഹാൻഡ് ഈസ് സ്വീറ്റ്. കിസ്സിങ് ഹാൻഡ് എന്താണ്? സ്വീറ്റ്. സ്വീറ്റ് എന്നാൽ ബ്യൂട്ടിഫുൾ, മനോഹരമാണ് അമ്മേ. താങ്ക് യു മാം, അമ്മ നന്ദി. അപ്പൊ അമ്മ എന്താ പറയുന്നത്? ഓക്കെ ഡിയർ. കൂട്ടുകാർ ഈ കോൺവെർസേഷൻ എഴുതുമല്ലോ. ഓക്കെ. ആക്ടിവിറ്റി 6. ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദി ഓഫീസ് ഓഫ് ദി സ്കൂൾ. ചെസ്റ്ററും അവന്റെ അമ്മയും സ്കൂൾ ഓഫീസ് സന്ദർശിക്കുന്നു. ചെസ്റ്റർ ലുക്സ് എറൗണ്ട്. ചെസ്റ്റർ ചുറ്റിലും നോക്കുന്നു. ഹിയർ ഈസ്, ഇതാ, വാട്ട് ഹി സീസ്, അവൻ കാണുന്നത്. ഡിസ്ക്രൈബ് ഇറ്റ്, അത് വിവരിക്കുക. നോക്കൂ, നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? സ്കൂളിന്റെ പേര് കാണുന്നുണ്ട്, ABC. പിന്നീട് ഇവിടെ പ്രധാന അധ്യാപകൻ, അതായത് ഹെഡ് മാസ്റ്റർ ഇരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് മറ്റൊരു അധ്യാപകൻ ഉണ്ട്. പിന്നീട് മിസ് റാക്കൂണും ചെസ്റ്ററിനെയും കാണാം. ഇവിടെ 2 അധ്യാപകന്മാർ അവരുടെ ബെഞ്ചിലിരിക്കുന്നു. പിന്നീട് ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട്, ഇവിടെ ഒരു ഫാൻ ഉണ്ട്, കാർപ്പറ്റ് ഉണ്ട്, പിന്നീട് എന്തുണ്ട്? ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. അതെഴുതിയാൽ മതി. നോക്കൂ, ഫസ്റ്റിൽ നമ്മൾ എന്താ കണ്ടത്? നെയിം. ദ നെയിം ഓഫ് ദി സ്കൂൾ ഈസ് ABC സ്കൂൾ. ഈ സ്കൂളിന്റെ പേരെന്താണ്? ABC സ്കൂൾ. കണ്ടില്ലേ പേര്? ABC സ്കൂൾ. ഐ സി, ഞാൻ കാണുന്നു. ആരെ കാണുന്നത്? ദ ഹെഡ് മാസ്റ്റർ, ഹെഡ് മാസ്റ്ററെ കാണുന്നു. ടോക്കിംഗ്, സംസാരിക്കുന്നത്. ടു ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ, ചെസ്റ്ററോടും അവന്റെ അമ്മയോടും സംസാരിക്കുന്നത് ഞാൻ കാണുന്നു. അടുത്തെന്താ? പിന്നീട് എന്താണ്? ദർ ഈസ് എ ടീച്ചർ, ഒരു അധ്യാപകനുണ്ട്. സ്റ്റാൻഡിങ്, നിൽക്കുന്നു. നിയർ ദി ഹെഡ് മാസ്റ്റർ, ഹെഡ് മാസ്റ്ററുടെ അടുത്ത് ഒരു അധ്യാപകൻ നിൽക്കുന്നുണ്ട്. 2 ടീച്ചേഴ്സ് ആർ സിറ്റിംഗ് അറ്റ് ദർ ഡെസ്ക്.
2 അധ്യാപകന്മാർ അവരുടെ ഡെസ്കിൽ അതായത് ബെഞ്ചിൽ ഇരിക്കുന്നു. There is a clock, ഒരു ക്ലോക്ക് ഉണ്ട്. On the wall, ചുമരിൽ ഒരു ക്ലോക്ക് ഉണ്ട്. And a ceiling fan, ഒരു സീലിംഗ് ഫാനും ഉണ്ട്. There are ഉണ്ട് a waste basket, ഒരു വേസ്റ്റ് ബാസ്ക്കറ്റും ഉണ്ട്. And a carpet, ഒരു കാർപ്പറ്റും ഉണ്ട്. എവിടെയാണ്? On the floor, തറയിൽ നിലത്ത് ഒരു കാർപ്പറ്റും ഒരു വേസ്റ്റ് ബാസ്ക്കറ്റും ഉണ്ട്. ആഫ്റ്റർ ഓൾ, എല്ലാറ്റിനും പുറമെ, ഇറ്റ് ഈസ് എ വെൽ ഫർണിഷ്ഡ് റൂം, ഇത് വളരെ മനോഹരമായി ഫർണിഷ് ചെയ്ത ഒരു റൂമാണ്. ആക്ടിവിറ്റി 7. ചെസ്റ്റർ കംസ്, ചെസ്റ്റർ വരുന്നു. ടു ക്ലാസ്, ക്ലാസ്സിലേക്ക് വന്നു. ആൻഡ് സീറ്റ്സ്, ഇരിക്കുന്നു. എവിടെ ഇരിക്കുന്നത്? ഓൺ ദി ഫ്രണ്ട് ബെഞ്ച്, മുന്നിലെ ബെഞ്ചിൽ ഇരിക്കുന്നു. ഹിസ് ടീച്ചർ, അവന്റെ അധ്യാപിക, കംസ് വരുന്നു. ആൻഡ് ഇൻട്രൊഡ്യൂസസ്, പരിചയപ്പെടുത്തുന്നു. ഹെയർ സെൽഫ്, അവളെ പരിചയപ്പെടുത്തുന്നു. ഷീ ആസ്ക്സ്, അവൾ പറയുന്നു, ദ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളോട്, ടു ഇൻട്രൊഡ്യൂസ്, പരിചയപ്പെടുത്താൻ, ദംസെൽവ്സ്, അവരെ പരിചയപ്പെടുത്താൻ വേണ്ടി ടീച്ചർ പറയുന്നു. ചെസ്റ്റർ സ്റ്റാൻഡ്സ് അപ്പ്, ചെസ്റ്റർ എഴുന്നേറ്റ് നിന്ന്. ആൻഡ് ഇൻട്രൊഡ്യൂസസ്, പരിചയപ്പെടുത്തുന്നു. ഹിംസെൽഫ്, അവനെ പരിചയപ്പെടുത്തുന്നു. ഹിയർ ഈസ് ഹിസ് സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഇതാ അവന്റെ സ്വയം പരിചയപ്പെടുത്തൽ. നോക്കൂ, മൈസെൽഫ് എന്നാൽ എന്താണ്? എന്നെ തന്നെ, ഞാൻ തന്നെ എന്നൊക്കെയാണ് അർത്ഥം. നോക്കൂ, അവൻ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് നോക്കൂ. ആദ്യം പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, അല്ലേ? എല്ലാ സുഹൃത്തുക്കളോടും ഗുഡ് മോർണിംഗ് പറയുന്നു. ഐ ആം ചെസ്റ്റർ റാക്കൂൺ, പേര് പറയാണ്. ഐ ആം ചെസ്റ്റർ റാക്കൂൺ. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? മൈ നെയിം ഈസ് ചെസ്റ്റർ റാക്കൂൺ എന്ന് വേണമെങ്കിലും പറയാം. ഐ ആം ഫ്രം ദി ഫോറസ്റ്റ്, ഞാൻ വരുന്നത് കാട്ടിൽ നിന്നാണ്. മൈ ഫാദർ ഈസ് മിസ്റ്റർ റാക്കൂൺ, എന്റെ അച്ഛന്റെ പേര് എന്താണ്? മിസ്റ്റർ റാക്കൂൺ എന്നാണ്. മിസ്റ്റർ എന്നാൽ നമ്മൾ മലയാളത്തിൽ ശ്രീമാൻ എന്ന് ബഹുമാനപൂർവ്വം പറയുന്നില്ലേ, അതാണ്. മൈ മദർ ഈസ്, എന്റെ അമ്മ, ചെസ്ല റാക്കൂൺ, എന്റെ അമ്മ ചെസ്ല റാക്കൂൺ ആണ്. ഐ ലവ് മൈ പേരൻസ്, ഞാൻ എന്റെ പേരൻസിനെ, പേരൻസ് എന്നാൽ ഫാദർ ആൻഡ് മദർ, ഞാൻ എന്റെ പേരൻസിനെ സ്നേഹിക്കുന്നു. ഐ ലൈക്ക് റണ്ണിങ്, ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്താണ് ഇഷ്ടപ്പെടുന്നത്? റണ്ണിങ്, ഓടുന്നത് ഇഷ്ടപ്പെടുന്നു. ജമ്പിങ്, തുള്ളുന്നത് ഇഷ്ടപ്പെടുന്നു. കളിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. അതായത് ഇത് ഹോബിയാണ്. ഐ വുഡ് ലൈക്ക്, ഞാൻ ആഗ്രഹിക്കുന്നു. ടു ഗെറ്റ്, ലഭിക്കാൻ. ന്യൂ ഫ്രണ്ട്സ് ഹിയർ, ഇവിടെ ഞാൻ പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ചെസ്റ്റർ അവനെ പരിചയപ്പെടുത്തിയത്. ഇനി നോക്കൂ, നൗ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, നിങ്ങളെ പരിചയപ്പെടുത്തുക. ടു ദി ക്ലാസ്, ക്ലാസ്സിൽ നിങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുക. ഹൗ വിൽ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, നിങ്ങൾ എങ്ങനെ നിങ്ങളെ പരിചയപ്പെടുത്തും? യു മേ റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്, നിങ്ങൾ അത് എഴുതുക. താഴെ തന്നിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ എഴുതുക. അപ്പൊ നമ്മൾ ആദ്യം എന്താ പറയാം? ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്. ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ് എന്ത് വേണമെങ്കിലും പറയാം. ഐ ആം, ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക. ഐ ആം ഫ്രം, ഞാൻ വരുന്നത്, നിങ്ങൾ എവിടുന്നാണോ വരുന്നത് ആ സ്ഥലം ഇവിടെ എഴുതുക. മൈ ഫാദർ ഈസ് മിസ്റ്റർ, നിങ്ങളുടെ അച്ഛന്റെ പേര് ഇവിടെ എഴുതുക. മൈ മദർ ഈസ് മിസ്സിസ്, അമ്മയുടെ പേര് ഇവിടെ എഴുതുക. മിസ്സിസ് എന്നാൽ ശ്രീമതി എന്നാണ് അർത്ഥം. ഐ ആം സ്റ്റഡിങ്, ഞാൻ പഠിക്കുന്നത്. ഇൻ ക്ലാസ് 5, 5ലാണ് എഴുതുക. ഐ ലൈക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്നു. ടു പ്ലേ ക്രിക്കറ്റ്, ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആൻഡ് റീഡ് സ്റ്റോറി ബുക്സ്, കഥ പുസ്തകങ്ങൾ വായിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇത് ഹോബിയാണ്. ഐ വാണ്ട് ടു മേക്ക് ന്യൂ ഫ്രണ്ട്സ് ഹിയർ, ഞാൻ ഇവിടെ പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. കൂട്ടുകാർ എഴുതുമല്ലോ. ഈ ലെസണിലെ ആക്ടിവിറ്റീസ് 2 ഭാഗങ്ങളായിട്ടാണ് ചെയ്തത്. രണ്ടാമത്തെ ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.